ഹലോ. ഞാൻ സിനിമാ നടനായതുകൊണ്ട് തന്നെ ആയിരിക്കണം എനിക്ക് ആദ്യം MLA ആകാൻ പറ്റിയത്. ഞാൻ സിനിമാ നടനായതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്ന നാടകങ്ങൾ കാണാൻ ആൾക്കാർ വരുന്നത്, ഞാൻ എഴുതുന്ന കഥകൾ വായിക്കാൻ ആൾക്കാർ വരുന്നത്, ഞാൻ TV-യിൽ പോയിരുന്നിട്ട് ചില പരിപാടികളൊക്കെ ജഡ്ജ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ പിൻബലം എന്ന് പറയുന്നത് സിനിമ തന്നെയാണ്. പിന്നെ കൊല്ലവും ഞാനുമായിട്ടുള്ള ബന്ധം, ഞാൻ ഇതുവരെയായിട്ടും അങ്ങനെയുള്ള ഒരു കാര്യം, ഒരു ചെറിയ സംഭവം ഞാൻ പുറത്ത് പറഞ്ഞിട്ടില്ല. ശരിക്കും ആദ്യം എറണാകുളത്തുള്ള ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഇലക്ഷൻ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാമോ എന്ന് ഭരത് മമ്മൂട്ടി, ഞങ്ങളുടെ മമ്മൂക്കായാണ് എന്നോട് ആദ്യം ചോദിച്ചത്. ഇങ്ങനെ അവർക്കൊരു താല്പര്യമുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, ഞാൻ കുറച്ച് നാൾ സിനിമാ സംബന്ധമായിട്ട് എറണാകുളത്ത് താമസിക്കുന്നുണ്ടെങ്കിലും ഒരു സ്ഥാനാർത്ഥിയായിട്ട് അവരോട് വോട്ട് ചോദിക്കുവാൻ, അല്ലെങ്കിൽ അവരുടെ ഇടയിൽ പെട്ടെന്ന് അപരിചിതരായിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ ഒരു സ്ഥാനാർത്ഥിയായിട്ട് ഇറങ്ങിച്ചെല്ലുവാൻ, രാഷ്ട്രീയമായിട്ട് ഞാൻ സജീവ രാഷ്ട്രീയക്കാരനല്ലാത്തതുകൊണ്ട് അത് ഒരു ലോജിക്കില്ലായ്മയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ചുമ്മാ കാഷ്വലായിട്ട് പറഞ്ഞു, കൊല്ലത്ത് വല്ലതും ആണെങ്കിൽ പിന്നെ നോക്കാം. കാര്യം അവിടുത്തെ ആൾക്കാരെല്ലാം എനിക്ക് കുറേ ആൾക്കാരെ അറിയാം. പിന്നെ അവർക്ക് വേണ്ടി ചെയ്യുമ്പോൾ എനിക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു കൊല്ലംകാരൻ എന്നുള്ള ഒരു വലിയ ഒരു ശക്തിയും ഉണ്ടാകും എന്ന് പറഞ്ഞു വെച്ചിട്ട് പോയി. ആദ്യത്തെ പ്രാവശ്യം വിജയിച്ചപ്പോൾ പലരും പറഞ്ഞു അത് സിനിമയുടെ പേരിൽ ഇങ്ങനെ വിജയിച്ചു പോയി. അപ്പോൾ രണ്ടാമതൊരിക്കൽ കൂടി ഒരു ചാൻസ് വന്നപ്പോൾ, രണ്ടാമതും ഇങ്ങനെ മുകേഷ് തന്നെ നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ നിൽക്കാൻ പ്രേരിപ്പിച്ചതെന്ന് പറഞ്ഞാൽ, ഇങ്ങനെ പൊട്ടക്കണ്ണ മാവേലെറിയുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ജയിച്ചു, പക്ഷെ രണ്ടാമത്തെ പ്രാവശ്യം ജയിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പല കാര്യങ്ങളും ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിരിക്കണം. അത് ആ വിശ്വാസം അവരുടെ മനസ്സിനകത്തു നിന്ന് വരണം. അത് ഒരു ശരിക്കും പറഞ്ഞ ഒരു സർട്ടിഫിക്കറ്റാണ്. ഇപ്പം നമ്മൾ ഒരുപാട് കലാകാരൻ എന്നുള്ള രീതിയിൽ ഒരുപാട് സ്റ്റേജ് പെർഫോമൻസിനൊക്കെ പോകും. ആദ്യത്തെ 1 മിനിറ്റ് അല്ലെ 2 മിനിറ്റ് ഒരു സിനിമാ നടനെ കാണാൻ വേണ്ടി ആൾക്കാർ കൈയടിക്കും, നോക്കും. പിന്നീട് കൈയടിക്കണോ വേണ്ടയോ, കൂവണോ അല്ലെങ്കിൽ പ്രോഗ്രാം മതിയെന്ന് പറയണമെന്നുണ്ടെങ്കിൽ പെർഫോമൻസാണ്. പിന്നീട് നമ്മുടെ പെർഫോമൻസ് കൊണ്ടാണ് അവർ കൈയടിക്കുന്നത്. അങ്ങനെ പെർഫോമൻസ് കൊണ്ടാണ് ആൾക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് ഏതൊക്കെ തരത്തിൽ അവർക്ക് ഗുണകരമായി ചെയ്യാൻ കഴിയും. അതിനകത്ത് സിനിമയും എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. സിനിമാ നടൻ എന്നുള്ള രീതിയിലും എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അപ്പോഴാണ് എല്ലാവർക്കും, എൻ്റെ കൂടെയുള്ളവർക്ക് തന്നെ, സിനിമയിലുള്ളവർക്ക് തന്നെ ബോധ്യപ്പെട്ടത്, ഇപ്പോൾ വെറുതെ രണ്ടാമത്തെ പ്രാവശ്യം ജയിക്കത്തില്ല, രണ്ടാമത്തെ പ്രാവശ്യം ജയിച്ചതാണ് എൻ്റെ ക്രെഡിബിലിറ്റി. അതായത് ഞാൻ എന്തെങ്കിലും ചെയ്തു എന്നുള്ള ഒരു തോന്നൽ എനിക്ക് മനസ്സുകൊണ്ട് വന്നത്.